ഈ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ എന്താ? ഒരേ ഒരു വ്യത്യാസമുള്ളൂ, നമ്മളെ സമാധാനിപ്പിക്കുക, നമ്മളെ കെട്ടിപ്പിടിക്കുക, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവര് വേറൊരു ലെവലിലാണ്. ഇപ്പൊ നമ്മളൊരു പ്രശ്നം പറയുകയാണെങ്കിൽ പുരുഷന്മാർ ചിന്തിക്കുന്നത് സൊല്യൂഷനെ പറ്റിയാണ്. അപ്പൊ അതിന് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? പക്ഷെ നമ്മൾ സൊല്യൂഷൻ ഓറിയന്റഡ് അല്ല. എല്ലാരും പറയും പ്രഗ്നൻസി ഒരു കുറവാണോ? അതൊരു കുറവല്ല. ബട്ട് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, ഇറ്റ് ഈസ് ഇമോഷണലി കൺസ്യൂമിങ്. സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമ്മൾ എന്നും അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനായിരിക്കില്ല നാളെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു വളരെ ഡിഫിക്കൽട്ടായൊരു സിറ്റുവേഷനാണ്. എന്നെ മാത്രമല്ല നിങ്ങൾ വേദനിപ്പിക്കുന്നത്, ഇനി എനിക്ക് പറ്റില്ല ഒരു നിമിഷത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മളെ ജീവിതം നഷ്ടപ്പെടും എന്നുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ കൈവിട്ട് പോവുകയാണെന്നുള്ള സിറ്റുവേഷനിലാണല്ലോ നമുക്ക് ഇനി എന്ത് ചെയ്യും. അത് ചിലപ്പോൾ കളിയാക്കുന്നത് തേർഡ് ജെൻഡേഴ്സിനെ ആയിരിക്കാം, വണ്ണം കൂടിയവരെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ കറുത്തവരെ ആയിരിക്കാം, അല്ലെങ്കിൽ വെളുത്ത ആൾക്കാരായിരിക്കാം, വെള്ളപ്പാച്ചനെ പോലെ ഇരിക്കുന്നത് പറയുന്നതായിരിക്കും, വെളുത്ത എരുമയെ പോലെ ഇരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ കമൻസ് വന്നിട്ടുണ്ട്. ബോഡി ഷേമിങ് എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അലനാണെങ്കിൽ അലൻ സ്റ്റൂപ്പിഡ് ആണെന്ന് പറഞ്ഞിട്ട് ഉള്ള കുറേ കമൻസ് വരുന്നുണ്ട്. എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ഹേർട്ടിങ് സം പീപ്പിൾ, ഒരു വിഭാഗത്തിനെയോ അല്ലെങ്കിൽ. ശരിക്കും എനിക്കൊരു ഡൗട്ടാണ്, എൻ്റെ മാത്രമായിരിക്കണം കേട്ടോ. നിങ്ങളൊക്കെ എന്ത് കാണിച്ചാലും കുറേ ആൾക്കാർ വീഡിയോ എടുത്തിടുന്നുണ്ട്. അതെങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്നതാണോ, അതോ നിങ്ങൾ പോകുന്നിടത്ത് അവർ വരുന്നതാണോ, അതോ മുൻകൂട്ടി പറയുന്നതാണോ? എന്താ അവസ്ഥ? അലൻ്റെ കൂടെ തന്നെ കുറച്ച് മീഡിയാസ് ഉണ്ട്. ഓക്കെ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചതാ. അലൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന, സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് മീഡിയ ആൾക്കാരുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു തിയേറ്ററിൽ, ഇന്ന് ഞാൻ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു നിമിഷയുടെ കൂടെ. നിമിഷയുടെ പുതിയ മൂവി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി മീഡിയാസ് ഉണ്ട്. അതൊക്കെ അങ്ങനെ ഓൾറെഡി മീഡിയാസ് ഉണ്ട്. പിന്നെ നമ്മൾ റീക്രിയേഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അവർ നമ്മളെയും വിളിക്കാറുണ്ട്, വിളിച്ചു ചോദിക്കാറുണ്ട് നിങ്ങൾ പുതിയ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മളെ അറിയിക്കണം. പിന്നെ നമ്മൾ അവരെയും വിളിച്ചറിയിക്കാറുണ്ട്, നമ്മളിങ്ങനെ റീക്രിയേഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കവർ ചെയ്യുന്നു പറഞ്ഞു. അല്ല, പ്രൈവസി ഒരു കൺസേൺ അല്ലേ പമ്പ? കാരണം വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും അത് ആസ് എ പേഴ്സൺ ആണിങ്ങനെ നോക്കുമ്പോൾ പമ്പ എന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, അല്ലെങ്കിൽ പമ്പ അങ്ങനെ ഹെഡിങ് ഒക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം അത് പമ്പയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അയ്യോ പ്രൈവസി മാറ്ററിൽ കയറിയിട്ടുണ്ടോ? അതായത് അയ്യോ ഇതിങ്ങനെ എല്ലാവരും എന്താ അവർ ചെയ്യേണ്ടത്, നമുക്ക് ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അപ്പം ചില മീഡിയ ആൾക്കാർ അത് അവരുദ്ദേശിക്കുന്ന, അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പം ചിലപ്പോൾ അവർ ഒബ്ജക്റ്റിഫൈഡായിട്ട് അവർ മനുഷ്യനല്ല, മനുഷ്യൻ്റെ വികാരങ്ങൾ അവർ ഉൾക്കൊള്ളാതെ ചിലപ്പോൾ എൻ്റെ ഹെഡ് ടാഗ് ലൈൻസ് ഒക്കെ ക്യാപ്ഷൻസ് ഒക്കെ ഇടാറുണ്ട്. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് സംസാരിക്കും. അപ്പോൾ അത് ഞാൻ സംസാരിക്കാറുണ്ട്. അത് നിങ്ങൾ അത് ഇനി ഒന്ന് തിരുത്തണം, ശ്രദ്ധിച്ച് നിങ്ങളത് ചെയ്യണം എന്നുള്ളത് ഞാൻ വിളിച്ച് പറയാറുണ്ട്. റിമൂവ് ചെയ്യാൻ പറയത്തില്ല, ടാഗ് ഇത് മാറ്റാൻ പറയും, തലക്കെട്ടൊന്ന് മാറ്റി കൊടുക്കാൻ. അതെ അതെ. ഓക്കെ. അലൻ്റെ കൂടെ തന്നെയായിരുന്നു കുറേ ആളുകൾ, ആദ്യം പറഞ്ഞ പോലെ രേണു, പിന്നെ ശ്രീലക്ഷ്മി അല്ലേ? ശ്രീലക്ഷ്മി ഇപ്പൊ അവരുടെ കല്യാണ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അതിങ്ങനെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വൈറലാകാൻ വേണ്ടിയിട്ട് കുറേ, അതായത് ഇപ്പം ഒരു ഇൻ്റർവ്യൂവർ ആയിട്ടിരുന്ന് എനിക്കതൊരിക്കലും പറയാൻ പറ്റില്ല, ഒരു മനുഷ്യനായിട്ടിരുന്ന് അത് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കമൻസിൽ വരുന്നത് ഇങ്ങനെയാണ്, ഓരോരോ കോപ്രായങ്ങൾ കാട്ടുന്നത് ഇതെന്നാണെന്ന്, അത് വൈറലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ശരിക്കും ഈ പറയുന്ന പോലെ ഇപ്പം പമ്പയാണെങ്കിലും അല്ലനാണെങ്കിലും വൈറലാകാൻ വേണ്ടി ചെയ്യുന്നതാണോ, അതോ നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം എടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? ആക്ച്വലി ഷോർട്ട് ഫിലിം ഒന്നും എൻ്റെ ഐഡിയാസ് അല്ല, അത് അലൻ്റെ മനസ്സിലുള്ള ഐഡിയാസാണ്. ഒന്നുകിൽ അലൻ തന്നെ കഥ സെറ്റാക്കും, അല്ലെങ്കിൽ അഭിലാഷോ വേറെ ആരെങ്കിലും. ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ഞാനൊരു ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറി എഴുതിയിട്ടുണ്ട്, അപ്പൊ അതും ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വളരെ സീരിയസ് ആയിട്ടൊക്കെ പറഞ്ഞതാ. അല്ല, നിങ്ങൾ പോപ്പുലർ ആകാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണോ, അതോ നമ്മൾ ഇത് ചെയ്യുന്ന എന്തിനാണ്? അത്രേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ആക്ച്വലി ഒത്തിരി പേരുടെ ഒരു കമൻസ് വരുന്നതായത്, അപ്പോൾ എനിക്കും അത് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ട്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുന്നത് അത് വൈറലാവണം,
അതിന് റീച്ച് കിട്ടണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതിന് യാതൊരു ഡൗട്ടും ഇല്ല. അല്ലാതെ ഞാൻ അങ്ങനെ പറയാൻ പോകുന്നില്ല നമ്മളതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് തന്നെയാണ് ഉദ്ദേശം. വേറെ അതിൻ്റെ പുറകിൽ ഒരു ദുരുദ്ദേശം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണക്ടിവിറ്റി മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയ. അങ്ങനെ തന്നെയാണല്ലോ. ആരെങ്കിലും വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഡേയിൽ റീച്ച് കിട്ടും. ഇപ്പം സാധാരണക്കാരൻ ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത ഇൻ്റർവ്യൂവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത്. ഇവിടെ ഇരുന്ന് അവർക്ക് വീട് കിട്ടി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാളെ ചിലപ്പോൾ ഉദ്ഘാടനങ്ങൾ കിട്ടാം, ഒരു ഫ്രെയിം കിട്ടി, അങ്ങനെയാണല്ലോ പലരും ഇപ്പം ഈ ഒരു പൊസിഷനിൽ നിൽക്കണത് പല രീതിയിലും. അതുതന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പം ഞാനത് ചോദിക്കാനുള്ളൊരു കാരണം, കൊച്ചു പിള്ളേർ വരെ മൊബൈലിൽ നല്ല സാധനം, നല്ല എന്താ പറയുക, നല്ല സാധനം മീൻസ് ഞാൻ ഈ പറയുന്നത് ക്വാളിറ്റി അല്ല, കണ്ടൻ്റാണ്. ഞാൻ കണ്ടൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി. കണ്ടൻറ് അല്ലെങ്കിൽ കൂടിയും എഡിറ്റിംഗ് അടക്കം ഡയലോഗ് പ്രസൻറ്റേഷൻ അടക്കം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഇത്തരം ആളുകളുടെ ഇത് കാണുമ്പോൾ അത് കോമാളിത്തരമായിട്ട് തോന്നുന്നത്. അതായത് ജോക്കർ ചെയ്യുന്നത് ചിരിപ്പിക്കലാണ്, പക്ഷേ അതിലും ഒരു ഭംഗി ഉണ്ടാവും. ഇതൊരു ഭംഗിയില്ല എന്നല്ല, അതെന്ന് നമ്മൾ പറയല്ലേ, എന്തും കാണിച്ച് വൈറലാവുന്ന തരത്തിലാണ് ഫീൽ ചെയ്തേക്കുന്നത്. അതിനെ എങ്ങനെയാണ് പമ്പ അഡ്രസ്സ് ചെയ്യുന്നത്? വൈറലാവാം, ഓക്കെ, അതിന് നമുക്ക് എങ്ങനെയാണ് അത് വേറൊരു രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്? ചില സമയത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ നന്നായി ചെയ്യുന്നുണ്ടെന്ന്. അത് സത്യം കേട്ടോ. പക്ഷേ അത് ആക്ച്വലി വേറൊരാളുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഒരു പൊതുജനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നല്ലത് അല്ല. ഇപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. തീർച്ചയായും. ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നോ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുമ്പോൾ അതിനെ ശരിയാക്കി തരപ്പെടുത്തി മെച്ചപ്പെടുത്തുക. അല്ല നമ്മൾ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ആൾക്കാർ വേണം. ചിരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനും ഒരു രീതികളുണ്ട് ചിരിപ്പിക്കാനും. ഇപ്പം നമ്മൾ ഇപ്പോൾ മിമിക്രി ആണെങ്കിലും നമ്മൾ ഏത് രീതിയിലുള്ള ഒരു കോമഡി ആണെങ്കിലും അത് ഇൻ്റർനാഷണൽ ലെവലിലായിക്കോട്ടെ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തായിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലും രീതിയിൽ സ്വയം കളിയാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുക എന്നുള്ളതാണ് 99.99% ആയിട്ടുള്ള കോമഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചിലപ്പം ഒരു ഹൈ എൻഡ് ക്യാമറയിലെടുത്തു, അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി ടൈമിംഗ് ഒക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി, അല്ലെങ്കിൽ എന്താ പറയുക വേഷം പ്രൊഡക്ഷൻ ഹൈ ആക്കി, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ചാനലിലൂടെ അതിനെ പ്രക്ഷേപണം ചെയ്യുന്നു എന്നതുകൊണ്ട് അതിൻ്റെ കണ്ടന്റ് ആക്ച്വലി മാറുന്നില്ല എന്ന് വേണം ആലോചിക്കേണ്ടത്. അത് ചിലപ്പോൾ കളിയാക്കുന്നത് തേർഡ് ജെൻഡേഴ്സിനെ ആയിരിക്കാം, വണ്ണം കൂടിയവരെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ കറുത്തവരെ ആയിരിക്കാം, അല്ലെങ്കിൽ വെളുത്ത ആൾക്കാരായിരിക്കാം, വെള്ളപ്പാച്ചനെ പോലെ ഇരിക്കുന്നത് പറയുന്നതായിരിക്കാം, വെളുത്ത എരുമയെ പോലെ ഇരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ കമൻസ് വന്നിട്ട്. അപ്പോൾ ഈ കോമഡീസ് മിക്കതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചാർലി ചാപ്ലിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു കോമഡി പറയുകയാണെങ്കിൽ വർക്കേഴ്സ് ആർ ഓവർ വർക്ക്ഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇങ്ങനെ കാണിക്കുന്നതാണ്. ഒരു സ്പാനർ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് ലാസ്റ്റ് തിരിക്കുന്നത് ഒരു ലേഡിയുടെ ബ്രസ്റ്റിൻ്റെ അവിടെയുള്ള ബട്ടണാണ്. അപ്പം നമ്മൾ കോമഡി എന്ന് പറയുമ്പോൾ സംവെയർ someone get hurts, someone is going to get hurt. ചിലപ്പോൾ ആ പെണ്ണ് ആയിരിക്കാം, ആ പെണ്ണ് അതിൽ അഭിനയിച്ചിട്ടുണ്ടാവാം, ബട്ട് നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ആലോചിക്കാം കുറച്ച് നാളത്തേക്കെങ്കിലും ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ടാവും, ഉറപ്പല്ലേ? someone is getting a spanner and doing this. എന്തായാലും അത് അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ അലൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അലനെ തന്നെയാണ് എന്താ പറയുക ട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഹേർട്ടിങ് എനി വൺ. അലൻ എന്ന് പറയുന്ന ആള് മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒന്നും തന്നെ ശ്രമിക്കുന്നില്ല. ഇപ്പൊ ശരിയാണ് പറയുന്നത്, കണ്ടന്റിലെ ഡയലോഗ് ഡെലിവറീസ്, പ്രൊഡക്ഷന്റെ വാല്യൂ, സാറ്റലൈറ്റ് ചാനലിലല്ല അത് പ്രക്ഷേപണം ചെയ്യുന്നത്, ഒക്കെ കറക്റ്റാണ്. ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അലനെയും ആൾക്കാർ സ്വീകരിച്ചെന്നിരിക്കും. അപ്പൊ ഞാൻ പറയുന്ന അതാണ്, കോമഡി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാനത് മോസ്റ്റ് ഓഫ് ദം ആർ
മറ്റുള്ളവരെ കളിയാക്കുന്നു അല്ലെങ്കിൽ സ്വയം കളിയാക്കുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ ഇതുപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തേർഡ് ജെൻഡേഴ്സിനെയും സ്ത്രീകളെയും ഭയങ്കരമായിട്ട് അപമാനിക്കുന്ന തരത്തിലുള്ള ഭയങ്കര ഹൈ എൻഡ് പ്രൊഡക്ഷനും മറ്റേ ഈ പറഞ്ഞ പോലെ ഡയലോഗ് ഡെലിവറി ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ അയ്യോ ഒരു സ്ത്രീ കണ്ട അയ്യോ ഇതെന്താ ഇവർ ഈ പറഞ്ഞു വെച്ചേക്കുന്നത്, ഇപ്പോൾ പറഞ്ഞ പോലെ കറുത്തവർക്കോ തേർഡ് ജെൻഡേഴ്സിനോ അല്ലെങ്കിൽ ആർക്കോ ഒരു ഫീൽ ചെയ്യും ഇതെന്താ ഇവർ പറഞ്ഞു വെച്ചേക്കുന്നതെന്ന്. അത് പറഞ്ഞത് 100% യോജിക്കുന്നൊരു കാര്യമാണ്. കാരണം എനിക്ക് തന്നെ അത്രയും വീഡിയോകൾ കണ്ടിട്ട് ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നല്ല കണ്ടന്റ് ചിരിക്കാനുള്ളത് വരുമ്പോൾ ഇവരിൽ നിന്ന് ഇങ്ങനെ അത് ഞാൻ പറയുന്നു. അവർക്ക് അത്രയും പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ട്, അത്രയും ഓഡിയൻസ് ഉണ്ട്. എന്നാൽ കൂടി അവർ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്താണ്, അതിൽ നിന്ന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ഹേർട്ടിങ് സം പീപ്പിൾ, ഒരു വിഭാഗത്തിനെയോ അല്ലെങ്കിൽ ഇപ്പം എലൻ തന്നെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാനാണെങ്കിലും ബോഡി ഷേമിങ് എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അലനാണെങ്കിൽ അലൻ സ്റ്റൂപ്പിഡ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസും അങ്ങനത്തെ കാര്യങ്ങളും ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കമൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ആർ ഡിഫറെൻറ്റ്, ആൾക്കാരെപ്പോഴും അത് പുരാതന കാലം തൊട്ട് ഇപ്പോൾ വരെ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതായത് യു ആർ ഫാറ്റർ ദാൻ മോസ്റ്റ് പീപ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾ ഡാർക്കറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ടറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി ഇല്ലാണ്, അപ്പം നിങ്ങൾക്ക് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് തന്നെ പറയുന്നത് എന്താ, അത് പുരാതന ഡോക്ടറാണ്, അങ്ങനെ ഒരു വാചകം, അല്ലെ വെറ്റിനറി ഡോക്ടറാണ്, അങ്ങനെയൊക്കെ. ഇതൊന്നും അത്ര എളുപ്പമായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നും അല്ല. അതിനിടയ്ക്ക് നിങ്ങളുടെ ഒരു കഴിഞ്ഞിടത്ത് ഇൻ്റർവ്യൂവിൽ ഡോക്ടറാണ് സൈക്കാട്രി ആണെന്ന് പറഞ്ഞപ്പം ആങ്കർ ഒരു കമൻറ്റ് പറഞ്ഞു കറക്റ്റ് സ്ഥലത്താണ് എത്തിയെന്ന്. ആസ് എ പേഴ്സൺ എനിക്കത് ഹേർട്ട് ചെയ്തു. അപ്പം ഞാൻ പറയണത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ അലൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ അലനെ ശരിക്കും ഇതിനകത്ത് വലിച്ചിടേണ്ട കാര്യമില്ല കേട്ടോ. സോറി അലൻ, ഞാൻ അലനെ വലിച്ചിട്ടതല്ല. അതിപ്പോൾ പറഞ്ഞ പോലെ ഓട്ടിസ്റ്റിക് ആണ്, ഇങ്ങനെ ഇൽനെസ് ആണെന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട്. ഈവൻ സന്തോഷ് വർക്കി പോലും അങ്ങനെ ഒരു കമൻറ്റ് പുള്ളി ഹി ഈസ് എ വെരി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയണത് വ്യക്തികൾ എന്താണോ നിങ്ങളെ ദ്രോഹിക്കുന്നില്ല, അവർ സന്തോഷത്തോടെ ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ. പക്ഷെ നമ്മളിങ്ങനെ നിങ്ങളുടെ അടുത്ത് കിട്ടിയപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഞങ്ങളും കാണുന്നുണ്ട്. അഭിനയിക്കുന്ന നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. ഒരു ഇൻ്റർവ്യൂ ആകുമ്പോൾ ഇതല്ലേ നമുക്ക് ചോദിക്കാനുള്ളൂ. അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഇന്ന് മീൻകറി വെച്ചോ അതിന് എത്ര പുളി കിട്ടുമെന്ന് എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലേ? ഞാൻ പറഞ്ഞോളെ ഞാൻ ഒന്നും കുക്ക് ചെയ്യാറില്ല. എന്തായാലും ഞാൻ ആ വാചകം വെട്ടിക്കളഞ്ഞു. അതൊക്കെ പോട്ടെ. പിന്നീടാണോ MD ചെയ്തത്? അതെ, MD ചെയ്തത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞിട്ട് MD ചെയ്യാൻ? കാരണം പഠിത്തമുണ്ട്, കുഞ്ഞുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് നല്ലൊരു സപ്പോർട്ടീവ് ഹസ്ബൻഡ് ആയതുകൊണ്ട് അത് വളരെ എളുപ്പമായി തോന്നി. അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ഓഫ് കോഴ്സ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ മോള് കരയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അതായത് ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യണം എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതെൻ്റെ ഒരു നേച്ചറാണ്, ബൈ നേച്ചർ ഞാൻ അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന പോലെ ഇപ്പോൾ കൂടെ പഠിച്ച ഇപ്പോൾ MBBS-നാണെങ്കിലും MD-ക്കാണെങ്കിലും പഠിച്ചവർ ഫ്രണ്ട്സ് ഇപ്പോൾ ഡോക്ടേഴ്സാണ്, അവർ പലയിടത്തും വർക്ക് ചെയ്യുന്നു, പമ്പയും വർക്ക് ചെയ്യുന്നു. പമ്പയുടെ വീഡിയോ കാണുമ്പോൾ അവർ കമൻസ് പറയാറുണ്ടോ? ആരും അങ്ങനെ മോശമായിട്ടുള്ള കമൻസ് ഒന്നും മോശമൊന്നുമില്ല. അന്ന് പമ്പ ഇങ്ങനെയല്ലായിരുന്നു, ഒരു പാവം കുട്ടിയായിരുന്നു. തമാശ രീതിയിൽ ഞാൻ പാവമൊന്നും ആരും പറയില്ല കേട്ടോ. ഞാൻ പതുക്കെ സംസാരിക്കുമെങ്കിലും ഞാൻ പാവമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. പാവം എന്നാരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പൊതുവേ പ്രശ്നങ്ങളൊന്നും ഇൻവോൾവ് ആവാതെ നടക്കുന്ന ആളാണ്. പക്ഷെ പ്രശ്നങ്ങൾ തന്നെ തേടി വരും, അത് വേറെ കാര്യം. നമ്മൾ ഏണി വെച്ച് പോവും. എന്നിട്ട് അതായത് മറ്റുള്ളൊരു കാര്യത്തിൽ ഞാൻ ഇൻവോൾവ് ആവാത്തൊരു ആളാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തന്നെയും എന്നോട് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങും തൊടാതെ ഒരു അഭിപ്രായം സാധാരണ പറയാറ്. പക്ഷെ എനിക്ക് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അത്ര താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അവരൊക്കെ ഒരു തമാശ രീതിയിൽ തന്നെ എന്നോട് പറയുന്നത്, അല്ലെന്റെ കൂടെ വീഡിയോസ് കാണാറുണ്ട്, അങ്ങനെ കോമഡി ആയിട്ട്, ഹേർട്ടിങ് ആയിട്ടൊന്നും അങ്ങനെ പറയാറില്ല. ഈ പറഞ്ഞ പോലെ ആരെ ഹേർട്ട് ചെയ്യുക പറഞ്ഞല്ലോ, നമ്മളൊരു ചെറിയ തമാശയായിരിക്കും. ഇപ്പം നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് പറഞ്ഞതിൽ എനിക്കറിയില്ല എത്രത്തോളം
നമുക്കറിയില്ല നമ്മൾ പറയുന്ന വാക്ക് മറ്റൊരാൾ ഒരു പ്രേക്ഷകൻ എങ്ങനെയാണ് കൊള്ളുന്നത് നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂ ഔട്ടായി കഴിഞ്ഞിട്ട് നമ്മൾ പറയും അയ്യോ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് പോയി തിരുത്താനും പറ്റില്ലല്ലോ. നമ്മൾ പറയുന്ന ഫ്ലോയിൽ നമുക്കിടയിൽ ഇപ്പോൾ ഒരു സിങ്ക് വർക്കൗട്ട്, ഈ മുറി നിറച്ചൊരു നമ്മുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പമ്പ എന്നെയും കണ്ടിട്ടില്ല, ഞാൻ പമ്പേനെയും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോൾ പക്ഷേ അതൊന്നും അല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ സൈക്കാട്രിയിൽ നിൽക്കുമ്പോൾ ആളുകളുടെ മനസ്സ് പഠിക്കുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചെയ്യുക ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നതല്ല അവരുടെ ചിന്ത, നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലും ചിന്ത മാറുന്ന. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? സൈക്കാട്രി എന്ന് പറയുമ്പോൾ മറ്റുള്ള ബ്രാഞ്ചസിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബുക്കിൽ നിന്ന് പഠിച്ചതോ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലാതെ തന്നെ നമുക്കൊരു സ്കില്ല് വേണം അതിന്, ആൾക്കാരെ മനസ്സിലാക്കാനും കമ്പാഷനേറ്റഡ് ആയിട്ടും. എന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോർ എവർ ഓൾമോസ്റ്റ്. അല്ലാതെ ഒരു പനി വന്നു ആൻറ്റിബയോട്ടിക് കൊടുത്തു ആ പേഷ്യൻ്റ് നന്നായി വീട്ടിലേക്ക് പോയി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല ഇതിൽ. എന്താണെന്ന് വെച്ചാൽ ഈ മിക്കവാറും സൈക്കാട്രിക് പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡ്സ് വന്നുകൊണ്ടിരിക്കും. മോസ്റ്റ്ലി അവർ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാമില്ലായിരിക്കാം, അതാണ് റിയാലിറ്റി. സൈക്കാട്രി ഒരു ന്യൂവർ ബ്രാഞ്ചാണ് ബാക്കിയുള്ള ബ്രാഞ്ചസ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇനിയും ഗ്രോത്ത് പൊട്ടൻഷ്യലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാൻ സാധ്യതയുള്ള ഒരു ബ്രാഞ്ചാണ് സൈക്കാട്രി. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് പേര്, പണ്ടൊക്കെ നമുക്കിത് ഭ്രാന്ത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും, അതായത് നമ്മളുടെ ഒരു ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് ഒക്കെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലാണ് അത് കൂടുതൽ ആളുകൾ അറിയുന്നതും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതിന് ശേഷം നമ്മൾ അറിയാൻ പോകും, അതിനുശേഷം മനസ്സിലാക്കും. ഇതാണ് പ്രോസസ്സ്. നമ്മുടെ ഒക്കെ ഒരു ചെറുതിലേ എന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ കാണുക ദേഷ്യപ്പെടുക, അവന് ഭ്രാന്ത് എന്നുള്ള ഒറ്റ വാക്കിൽ അങ്ങോട്ട് പറയും. അതെ. അപ്പം ഈ പറയുന്ന ഇപ്പോൾ ഒരു ഭയങ്കരമാണ്, ഏതൊരാളും നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കാണ്, നമുക്കറിയില്ല ഇവരെങ്ങനെയാണെന്ന്. പമ്പയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ടോട്ടൽ ഒരു മനുഷ്യരുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി, അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്? മുമ്പ് ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ സപ്പോർട്ട് ഇപ്പം വളരെ കുറവാണ്. ഇപ്പോൾ മൈക്രോ ഫാമിലീസാണ് എല്ലാവരും, സെപ്പറേഷൻസ് കൂടുതലാണ് ഫാമിലിയിൽ, അതായത് ഹസ്ബൻഡ് വൈഫ് സെപ്പറേഷൻസ്. അപ്പോൾ ഫ്രണ്ട് സർക്കിൾസ് കുറവാണ്, ബിക്കോസ് വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് എ സ്മോൾ സ്ക്രീൻ മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ നമ്മൾക്കൊരു സംസാരിച്ച് പുറത്ത് പോയി നന്നായിട്ട് ഇടപഴകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സപ്പോർട്ട് സിസ്റ്റം മുമ്പുള്ളതുപോലെ ഇപ്പോൾ അത്ര ഇല്ല. ഇപ്പോൾ നമ്മൾ തെറാപ്പീസിനും കാര്യങ്ങൾക്കൊക്കെ പൈസ കൊടുത്ത് പോകണം. തീർച്ചയായും മുമ്പ് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് അവയർനെസ് കൂടുതലാണ് ഇതിനെപ്പറ്റി. അതുകൊണ്ടും കൂടെയാണ് ഡോക്ടേഴ്സിനെ സമീപിക്കാനും സൈക്കോളജിസ്റ്റിനായാലും സൈക്കാട്രിസ്റ്റിനായാലും സമീപിക്കാൻ ആൾക്കാർ കുറച്ചും കൂടെ കേരളത്തിൽ കുറേ കൂടെ അറിവുണ്ട് കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ്. ഇപ്പം ഞാൻ വേറൊരു സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ അതൊരു ഭയങ്കര ടാബുവും ആൾക്കാരെ കളിയാക്കുന്ന പോലെയാണെങ്കിൽ അവിടെ അതിനെപ്പറ്റി അറിവേ ഇല്ല മറ്റുള്ള സ്റ്റേറ്റ്സിന്. ദേ ഡോണ്ട് ഈവൻ നോ ദർ ഇസ് എ ബ്രാഞ്ച് കോൾ സൈക്കാട്രി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് മറ്റുള്ള സ്റ്റേറ്റ്സിൽ. പക്ഷെ നമ്മൾ ഇത്രയും അറിവുള്ള ആൾക്കാർ കളിയാക്കലിലോട്ട് പോകുന്നതിന് പകരം കുറച്ചും കൂടി സഹാനുഭൂതിയും സഹതാപവും കാണിക്കുകയാണെങ്കിൽ നന്നായിരിക്കുന്ന എൻ്റെ അഭിപ്രായം. എന്നുവെച്ചാൽ നിങ്ങൾ എനിക്കായിരിക്കും കമൻ്റ് ഇടുന്നത്, പക്ഷെ അത് കൊള്ളുന്ന വേറെ ഒത്തിരി ആൾക്കാർക്കായിരിക്കും. അതായത് സൈക്കാട്രിക് ഇൽനെസ് ഉള്ളവർക്കും അവരുടെ ഫാമിലി എന്ന് വെച്ചാൽ സൈക്കാട്രിക് ഇൽനെസ് എന്ന് പറയുമ്പോൾ ഒരു പനി പോലെയല്ല. സോ ദി എൻറ്റയർ ഫാമിലി വിൽ ബി സഫറിങ് ടുഗെദർ വിത്ത് ദം. നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യനല്ല നാളെ. സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമ്മൾ എന്നും അറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനായിരിക്കില്ല നാളെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു വളരെ ഡിഫിക്കൽട്ടായൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് എന്നെ മാത്രമല്ല നിങ്ങൾ വേദനിപ്പിക്കുന്നത്, ഒത്തിരി പേര് അത് കണ്ടിട്ട് വേദനിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളൊരു റിക്വസ്റ്റും. അതാണ് ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാത്തതിൻ്റെ ഒരു റീസൺ അതും കൂടെയാണ്. സ്റ്റോക്കിംഗ് കുറച്ച് നമ്മളെ കൂടുതലാണ്. മലയാളീസിൽ കുറച്ച് സ്റ്റോക്കിംഗ് കൂടുതലുണ്ട്. ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാ. അതെ, അത്രേ ഉള്ളൂ. വെറുതെ ഒന്നുമില്ല, എനിക്ക് ഇച്ചിരി ഇത് കൂടുതലാണ്, ക്യൂരിയോസിറ്റി കൂടുതലാണ്. അത് സ്വാഭാവികമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടുന്നുണ്ട്. പലർക്കും പല വിധത്തിലായിരിക്കും ഡിപ്രഷൻ, പെട്ടെന്ന് ഡൗൺ ആകും. ചിലവർ കുഞ്ഞുങ്ങളൊക്കെ
പെട്ടെന്ന് പോയൊരു പ്രശ്നം ഒരു എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ പോയി സൂയിസൈഡ് ചെയ്യുക, അതൊക്കെ നമുക്ക് പെയിൻഫുള്ളായിട്ട് തോന്നാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പം അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മലയാളികളാണോ വരാറുള്ളോ അതോ അങ്ങനെയാണ് നമ്മൾ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് കൂടുതലും അതർ സ്റ്റേറ്റ് ആൾക്കാരാണ്. ഒരു ഹൈ എൻഡ് ഹോസ്പിറ്റലാണ്. അപ്പം കുറച്ച് അതർ സ്റ്റേറ്റ് ആൾക്കാരാണ് കൂടുതലായിട്ട് വരുന്നത്. മലയാളികൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആക്ച്വലി നാട്ടിൽ തന്നെ വന്ന് ചികിത്സിക്കാനാണ്. എവിടെയുള്ളവർ വന്നിട്ട് ഇവിടെ വന്ന് ചികിത്സിക്കുന്നത്. ഈവൻ എനിക്ക് വന്നാലും ഞാൻ എൻ്റെ തന്നെ പ്രൊഫസറിനെ പോയി കാണാനോ പതിവ്. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് പ്രൊഫസറിനെ കാണാം. എപ്പോഴെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു അൾട്ടിമേറ്റ് നമ്മൾ മനുഷ്യനാണ്, എന്തൊക്കെ ഡിഗ്രി ഉണ്ടെങ്കിലും പഠിച്ച് ഡോക്ടറാണെന്ന് എന്തൊക്കെ പറഞ്ഞെന്നുള്ള നമുക്കും ചില സാഹചര്യങ്ങളിൽ താങ്ങാൻ പറ്റാത്തൊരു പ്രയാസം ഉണ്ടാവുകയും അങ്ങനെ ഒരു പ്രയാസം പമ്പയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം എങ്ങനെയാണ് അതിനെ മറികടന്നത് എങ്ങനെയാണ്? എനിക്ക് പ്രയാസങ്ങളില്ലാത്ത മനുഷ്യനില്ലല്ലോ. ഇനി എനിക്ക് പറ്റില്ല ഒരു നിമിഷത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, ഒരുപാട് നാളൊക്കെ മുമ്പ്. പക്ഷേ ഈയിടെയായിട്ട് അങ്ങനെ ഒന്നും കുറച്ചുകൂടെ മെച്ചുവേർഡായെന്ന് തോന്നുന്നു. ബട്ട് ഞാൻ ഒരുപാട് ലൈഫിൽ നമുക്കൊരു ഹോപ്പ് വേണം, ലൈഫിൽ ഒരു ഡ്രീം വേണം, ഒരു പ്രതീക്ഷ വേണം. അപ്പോൾ നമ്മുടെ ജീവിതം നഷ്ടപ്പെടും എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ കൈവിട്ട് പോവുകയാണെന്നുള്ള സിറ്റുവേഷനിലാണല്ലോ നമുക്ക് ഇനി എന്ത് ചെയ്യും. ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ചിലപ്പം ചുറ്റുവട്ടത്തു നിന്നായിരിക്കാം കിട്ടുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നായിരിക്കാം വരുന്നത്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഹോപ്പും ഉണ്ടാവില്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതായത് ഞാൻ ഇപ്പം പൊതുവെ കാണുന്നത് എനിക്ക് പ്രശ്നങ്ങളൊന്നും വേണ്ട, ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആവുന്നില്ല, അങ്ങനെ ദിസ് ഇസ് നോട്ട് മൈ തിങ്, ഇതെൻ്റെ ജോബല്ല, ഇതിൽ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല, ഇത് കുരിശാവും, ഇത് തലവേദനയാവും എന്നൊക്കെ ഒരു മനുഷ്യത്വമില്ലാതെ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മാറിയാൽ നമ്മളെല്ലാവരും, ഞാൻ എന്നെയും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ പറയുന്നത്, മറ്റുള്ളവരെ പോയിന്റ് ചെയ്യല്ല. അല്ല, അത് പറഞ്ഞതാണ് പലരും പറയാറുണ്ട്, അത് കേൾക്കാൻ, അത് വെറുതെ കേട്ടാൽ മതിയായിരിക്കാം. ഇതിൽ പറയേണ്ട ഒരു കാര്യം, എൻ്റെ അമ്മ എന്നെ വൈകിട്ട് വിളിക്കും, അമ്മ എന്തൊക്കെയോ പറയും, ഞാൻ ചുമ്മാ സ്പീക്കർ ഇട്ടിട്ട് അപ്പുറത്തുനിന്ന് എന്താണെന്ന് ഞാൻ കേൾക്കുന്നേ ഇല്ല. കേൾക്കുന്ന വെച്ചാൽ അമ്മയുടെ പ്രയാസങ്ങൾ സങ്കടങ്ങൾ എന്നോടാണ് പറയണത്, പക്ഷെ ഞാനത് ഞാൻ ആണോ ശരി എന്നിട്ട് ഇങ്ങനെയേ പറയത്തുള്ളൂ. അത് ഞാൻ ശ്രദ്ധിക്കാത്ത എന്നാന്ന് വെച്ചാൽ അത് കേട്ടാൽ ഒന്നുകൂടെ എനിക്കിവിടെ ഞാൻ ആ ഇമോഷൻ ക്യാരി ചെയ്യും, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ പറയും സാരമില്ല പോട്ടെ നമുക്ക് റെഡിയാക്കാം. ഞാൻ പറഞ്ഞാൽ അവർ 10 മിനിറ്റ് കേട്ടിട്ട് ഞാൻ ഇരിക്കും. അതാണ് നമുക്ക് പറ്റുള്ളൂ, കാരണം നമുക്ക് ഇമോഷൻ ക്യാരി ചെയ്യാൻ ഞാനും ഭയങ്കര ഇമോഷണലി വൾനറബിൾ ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ കരയുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ഇരുന്ന് കരയും. സീരിയസ്ലി ഞാൻ കരയും. ഞാൻ അവരുടെ കണ്ണീര് കണ്ണിലാണെങ്കിൽ എൻ്റെ കണ്ണീര് ഇവിടെ വന്ന് പോയി ഡ്രോപ്പ് ആയും. എന്നുവെച്ചാൽ അത്രയും ഇമോഷണൽ ഇംബാലൻസ് എനിക്ക് ചില സമയത്ത് ഇല്ല, ചില സമയത്ത് നല്ല എനിക്കില്ല. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും, എനിക്കിനി എന്തെങ്കിലും അസുഖമാണോ? ആളുകളുടെ പ്രയാസം കേൾക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് നിറയുന്നത് മനസ്സിലാവുന്നില്ല എനിക്ക് ചില സമയം. അതുപോലെ തന്നെ ഇപ്പം പ്രണയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇത് പ്രണയം അവിടെ നിൽക്കട്ടെ ലൈഫിൽ, ഈ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ എന്താ? എങ്ങനെ ആയിരിക്കണം ഇന്നത്തെ പ്രണയങ്ങളൊക്കെ? പലതും പല പേരുകളിലാണ്. എങ്ങനെയാണ് പമ്പ എങ്ങനെയാണ് പ്രണയത്തെ ഒന്ന് നിർവചിക്കാനാണെങ്കിൽ? എനിക്ക് തോന്നുന്നു കുറേ ന്യൂ ടേംസ് വന്നെന്നല്ലാതെ വ്യത്യാസങ്ങൾ എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഒരേ ഒരു വ്യത്യാസമുള്ളൂ, സ്ത്രീകൾ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡായി ഇൻഡിപെൻഡൻ്റായി. സോ അതിൻ്റേതായ ഡിഫറൻസ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. അപ്പോൾ പുരുഷന്മാർ അതനുസരിച്ച് മാറേണ്ടി വരും. അതർവൈസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾ 2 പാർട്ട്നേഴ്സിൽ ഒരാൾ ഇൻഡിപെൻഡൻ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ മുമ്പ് അതൊരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി ആയിരുന്നു, സോഷ്യൽ ഡിപ്പെൻഡൻസി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് എനിക്ക് നിങ്ങളുടെ നിന്ന് പൈസ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ അല്ല ഇപ്പോൾ എനിക്ക് ആവശ്യം, എനിക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പോൾ ആവശ്യം സ്ത്രീകൾക്ക് കൂടുതൽ. അപ്പോൾ പുരുഷന്മാർ കുറച്ചുകൂടെ ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് അവരെ കേട്ടിരിക്കുക എന്നുള്ളതല്ല. ഇപ്പം നമ്മളൊരു പ്രശ്നം പറയുകയാണെങ്കിൽ പുരുഷന്മാർ ചിന്തിക്കുന്നത് സൊല്യൂഷനെ പറ്റിയാണ്. അപ്പം അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? പക്ഷെ നമ്മൾ സൊല്യൂഷൻ ഓറിയൻറ്റഡ് അല്ല.
നമ്മളെ കേട്ടിരിക്കുക, നമ്മളെ സമാധാനിപ്പിക്കുക, നമ്മളെ കെട്ടിപ്പിടിക്കുക, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ വേറൊരു ലെവലിലാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ലെവലിലാവണം. അതെ, അതൊരു സംസാരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല സ്ത്രീകളും പറയുന്നുണ്ട് നമുക്ക് അവൈലബിൾ ആവുന്നില്ല. ഇവർ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവൈലബിൾ ആവുക എന്ന് പറയുന്നതാണ് ഭയങ്കര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഗൾഫിൽ കിടക്കുന്ന ആൾ ഇവിടെ പറഞ്ഞെത്തണം എന്നല്ല, ആ ഒരു എന്താ പറയുക, ഒരു അപ്പിയറൻസ് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആരുമില്ല, എനിക്ക് ആരുമില്ല, ഇനി ഞാൻ എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് പലരും ജീവിതം ഉപേക്ഷിക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ ഡിവോഴ്സ് നിരക്ക് ഭയങ്കര കൂടുതലാണ്. അതിൽ നിന്ന് കുറേ ആളുകൾ അത് ചിലവരെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിട്ടൊക്കെയാണ്. അതായത് ഇനി പറ്റില്ല ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും അച്ഛനും അമ്മയ്ക്കും വിളിച്ചുകൊണ്ട് വന്നുകൂടെ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഒരു സൈക്കാട്രി എന്നുള്ളൊരു നിലയിൽ എന്തായിരിക്കും പമ്പയ്ക്ക് അതിനോട് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു 80% ഡിവോഴ്സും അപ്ലൈ ചെയ്യുന്നത് മുന്നോട്ട് ഫസ്റ്റ് മൂവ് വെക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. വേർപിരിയാനുള്ള ഒരു തീരുമാനം ഫസ്റ്റ് കൈക്കൊള്ളുന്നത് മിക്കവാറും സ്ത്രീകളായിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്കെന്ന് പറയുമ്പോൾ അവർക്ക് വിട്ടുകൊടുക്കാൻ വലിയ താല്പര്യമില്ല. രണ്ട് കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ഒരു മെയിൽ ഈഗോ. ഈ പേഴ്സണിനെ വേറൊരാൾ സ്നേഹിക്കാനോ ഉൾക്കൊള്ളാനോ ഇവർക്ക് കാണാൻ സാധിക്കില്ല. അതൊരു ഇപ്പം രണ്ട് ആനിമൽസ് തമ്മിലാണെങ്കിൽ അവർ വഴക്കിട്ട് ആര് കൊണ്ടുപോകും ഈ പ്രൈസ് എന്നൊരു മെയിൽ ഈഗോ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചീറ്റിങ്ങിൻ്റെ കേസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുദ്ദേശിക്കുന്നത് എനിക്ക് രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഇത് വൈഫായിട്ട് ഇരുന്നോട്ടെ, അത് വർക്ക് വൈഫായിട്ട് ഇരുന്നോട്ടെ, അത് വൈഫ് ഇത് വൈഫൈ എപ്പോൾ വേണേലും കണക്ട് ചെയ്യാവുന്ന. അപ്പോൾ അതൊരു പോളിഗാമസ് നേച്ചർ ഉണ്ട്. സ്ത്രീകളെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം പൊതുവെ നമ്മൾ കാണാറുണ്ട്, അതായത് അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിക്കാനായിട്ട് ഫസ്റ്റ് സ്നേഹത്തിന് വേണ്ടി തയ്യാറാവുന്ന സ്ത്രീ ആയിരിക്കും പുരുഷനെക്കാളും. അതെ, പ്രണയത്തിൽ. പ്രണയത്തിന്റെ കാര്യത്തിലാണ്. പുരുഷനാണെങ്കിൽ എല്ലാം ആലോചിക്കും, എല്ലാ സൈഡും ആലോചിക്കും. ദേ ഹാവ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. അത് ഞാനൊരു വൺ സൈഡഡ് ജെൻഡറിനെ കുറ്റപ്പെടുത്തി പറയല്ല. അതായത് ഇപ്പോൾ പുരുഷന്മാരാണെങ്കിലും അവർ ജനിക്കുമ്പോൾ തൊട്ട് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഫാമിലി, യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ യുവർ വൈഫ്, കിഡ്സ്, അങ്ങനെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് അവരുടെ തലയിൽ വെച്ചിട്ടുണ്ട്. ദീസ് തിങ്സ് ആർ അവരുടെ ബേസിക് ഒരു നേച്ചറാണ്, പ്രൊട്ടക്റ്റീവ് നേച്ചർ. ഒരു സാധനം കൂടെ ഉണ്ട്, ആൺകുട്ടികൾ കരയരുതെന്നൊരു ടാഗ് ലൈൻ തന്നെ അല്ലേ? ശരിയാണ്, ആൺകുട്ടികൾ കരയാറില്ലടാ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് അവർക്ക് കുറേ കൂടി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് അവരുടെ സ്വയം ഒരു ബോധ്യമാണ്. അവർ കൂടുതൽ അത് ഏറ്റെടുക്കാൻ അവർ റിസെപ്റ്റീവും ആണ്. കുറേ കൂടെ മാറുന്നുണ്ട് ഇപ്പോൾ. ഈ ഒരു 50-50 കോൺസെപ്റ്റിലേക്കൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ദോ ഐ ഡോണ്ട് അഗ്രി ടു ദാറ്റ്. എന്നുവെച്ചാൽ നമ്മൾ രണ്ടുപേരും ഈക്വൽ അല്ല, നമ്മുടെ ബോഡീസ് ഈക്വൽ അല്ല, ഹോർമോൺസ് ഈക്വൽ അല്ല. നമ്മളുടെ 24 hours എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 1 month എന്ന് പറയുമ്പോൾ, വി ഹാർഡ്ലി ഗെറ്റ് 2 weeks, 2 good weeks. അത് ഇപ്പോൾ ഫോളിക്കുലർ സ്റ്റേജ് ആണെങ്കിലും മെൻസ്ട്രേറ്റിംഗ് സ്റ്റേജ് ആണെങ്കിലും നമ്മുടെ 2 weeks അവിടെ തന്നെ പോയി. അപ്പോൾ ഒരാണിന് കിട്ടുന്ന അത്രയും സ്പേസ് ആൻഡ് ടൈം ആൻഡ് മെൻ്റൽ കണ്ടീഷൻ നമുക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ പ്രഗ്നൻസി, എല്ലാവരും പറയും പ്രഗ്നൻസി ഒരു കുറവാണോ? അതൊരു കുറവല്ല, ബട്ട് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, ഇറ്റ് ഈസ് ഇമോഷണലി കൺസ്യൂമിങ്. അതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇറ്റ് ഹാസ് ടു ബി കേറ്റേഡ്, ഇറ്റ് നീഡ്സ് ടൈം, ഇറ്റ് നീഡ്സ് മണി, ഇറ്റ് നീഡ്സ് സപ്പോർട്ട്. അത് ഉള്ള കാര്യം തന്നെയാണ്. അപ്പം ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ജെൻഡേഴ്സിനും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻസ് ഒന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, നിങ്ങളൊന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. പിന്നെ നമുക്ക് പറയാം ഇൻഡിപെൻഡൻസ് നമ്മൾ, സംടൈംസ് ദർ ഇസ് നോ വേ. നമ്മൾ ചിലപ്പം ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ട്രോമ ആയിരിക്കാം. അത് ഫിസിക്കൽ അബ്യൂസ് ആവാം, ഇമോഷണൽ അബ്യൂസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോ ഇൻ ദാറ്റ് കേസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സൊസൈറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്തായാലും കിട്ടൂല ഫ്രം ദി അതർ ജെൻഡർ. അപ്പം ഞാനൊരു ജെൻഡർ വാറിലേക്ക് പോവാതെ ഏമിയബിൾ ആയിട്ട് രണ്ടുപേരും പോവുകയാണെങ്കിൽ അതെ. പമ്പ കുറേ മുന്നേ പറഞ്ഞല്ലോ, മനുഷ്യത്വപരമായിട്ട് പെരുമാറുക എന്നതിൽ കവിഞ്ഞിട്ട് യാതൊന്നുമില്ല. അത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനതാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, അലൻ എന്ന വ്യക്തി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് അലൻ എന്ന് പറയുന്നുണ്ട്. കാരണം എന്നെ വിളിച്ചു, ഷൂട്ടുണ്ട് ഇന്ന സമയം എന്ന് പറഞ്ഞ് വെക്കുന്നതല്ലാണ്ട് ഒരു മിസ്റ്റോക്കിന് വരാകയോ അല്ലെങ്കിൽ അതൊരു പക്ക ഇതായിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു സ്ത്രീ പറയുന്നത് അവളുടെ കംഫർട്ട് സ്റ്റേജ് വെച്ചിട്ടാണ്. മറ്റ് ചുറ്റുമുള്ളവർ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് കോമാളിത്തരം ഞാൻ പറഞ്ഞ പോലെ തന്നെ കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. എപ്പോഴെങ്കിലും പമ്പ ഈ അലനോട് പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെയല്ല ഇങ്ങനെ അഭിനയിച്ചാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? കാരണം ഇതിനെ ചോദിക്കാൻ കാരണം നിങ്ങളുടെ ഒരു എസ് ഐ വേഷം കിട്ടിയിട്ടുണ്ടെങ്കിലേ അതിലിങ്ങനെ ഒരു ലാത്തി എടുത്തെറിയുന്നില്ലേ, സാറേ അവന് പോയെന്ന് പറയുന്നില്ലേ. അപ്പം ഇങ്ങനെ കുറച്ചുകൂടെ അന്നത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഡയലോഗ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾ ഞാൻ പറയാറുണ്ട്. അത് അലൻ സ്വീകരിക്കാറുണ്ട്. എല്ലാ ക്യാമറ വർക്കാണെങ്കിലും എല്ലാത്തിലും ഞാൻ എനിക്ക് നല്ലതെന്ന് തോന്നുന്നു, അല്ലാതെ ഞാൻ അത് തന്നെ സ്വീകരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയാറുണ്ട്. അത് പറഞ്ഞപ്പോൾ ഈ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ എന്നുള്ള പാട്ട് റീക്രിയേറ്റ് ചെയ്തില്ലേ, അപ്പം അഭിനയിച്ചേക്കുന്ന ഹസ്ബൻഡാണോ? അതെ. ഇങ്ങനെ നോക്കിക്കേ, ഞങ്ങളുടെ മോഹൻലാലിലേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ മോഹൻലാൽ ഇത് ഇപ്പോഴെനിക്ക് എൻ്റെ മനസ്സിലേ ഞാനേ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴേ ഈ പൊയ്കയിൽ എന്നുള്ള പാട്ട് കാണുമ്പോൾ ദൈവമേ ഇതിനെ എവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നു ഒരു രുദ്രാക്ഷമൊക്കെ ഇടിച്ചിട്ട് ഞാൻ ആലോചിക്കാം. ഇപ്പോഴാ മോഹം മനസ്സിലായി. ഓ ഭയങ്കര അഭിനയമായിരുന്നല്ലോ. അപ്പം ഞാനിങ്ങനെ അത് ചോദിക്കണം എന്ന് ഓർത്തു. കാരണം അതിൻ്റെ എക്സ്പ്രഷൻസ് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഒറിജിനൽ പാട്ട് കണ്ടിട്ടുണ്ടല്ലോ. ഒറിജിനൽ പാട്ടിൽ ഭാനുപ്രിയ കണ്ണ് അവളുടെ എക്സ്പ്രഷൻസ് ഫുള്ള് ക്യാരി ഫോർവേഡ് ചെയ്തേക്കുന്ന ഇത്രയും പോർഷനാണ്, അതായത് ഈ റേഞ്ചിൽ. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. പക്ഷെ പമ്പയുടെ ഇതിലേക്ക് വരുമ്പോൾ മറ്റേ സിനിമയിൽ അങ്ങനെ പാർട്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതിൽ വരുമ്പോൾ ഒരു ഫുള്ള് ഒരു സ്ഥലത്തു നിന്നായിരുന്നു ക്യാമറ. അപ്പം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെ എടുത്തപ്പം നിങ്ങൾക്കത് ഷോർട്ട് ബൈ ഷോർട്ടായിട്ട് എടുത്തുകൂടായിരുന്നു എന്നെനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇതൊരൊറ്റ ഇതിൽ നമുക്ക് ആ ഒരു ഇത് മാത്രമല്ലേ കാണുന്നുള്ളൂ നിങ്ങൾ. എനിക്ക് തോന്നുന്നത് മറ്റേ എന്തോ സ്ഥലപ്പേരെന്നായിരുന്നു, കടമക്കുടിയാണെന്ന് അല്ലേ, കടമക്കുടിയാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് അത് അങ്ങനെ എടുത്തിരുന്ന കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നില്ല? എന്തായിരുന്നു സ്ഥലത്തിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ക്യാമറമാൻ ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടില്ല, പുതിയ ഒരാളായിരുന്നു. സോ പുള്ളിയുടെ ഒരു ഐഡിയയിൽ വെച്ചിട്ടാണ് അതെടുത്തത്. ഓക്കെ. അല്ല ഞാൻ പറയുക ചെയ്തത് നമ്മള് പിന്നെ അവിടെ ഭയങ്കര ചേറും ചെളിയും ആയിരുന്നു. അവിടെ അങ്ങോട്ട് ഇറങ്ങി നിന്നാലേ നമ്മുടെ കറക്റ്റ് ആംഗിൾ ആക്ച്വലി കിട്ടുള്ളൂ. മനസ്സിലായി. ഹസ്ബൻഡ് വന്ന് അവിടെ തന്നെ എടുത്തെങ്കിൽ അവിടുന്ന് ക്യാമറമാൻ എടുത്താലേ അതിന്റെ കറക്റ്റ് ഞാൻ വരുന്നതായിട്ടും ഒക്കെ ഒരു കറക്റ്റ് അതിന്റെ ഒരു പൊസിഷൻ കിട്ടത്തുള്ളൂ. ക്യാമറമാൻ കൂടെ തടിയുടെ കൂടെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞെടുത്തതാണോ അതോ വേറെ ഏതെങ്കിലും പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് എടുത്താണോ? അത് നമ്മളിങ്ങനെ റീക്രിയേഷൻ ചെയ്യണം എന്ന മുമ്പ് ഐറാമേഡി ആയിട്ട് ഞാനിങ്ങനെ അത് പുള്ളി തന്നെയായിരുന്നു സജസ്റ്റ് ചെയ്തത്. പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഫോട്ടോഗ്രാഫർ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇത് ചെയ്താലോ എന്ന് പറഞ്ഞു. വെറുതെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന എല്ലായിടത്തും ഉണ്ടല്ലോ, മേ ബി വി ക്യാൻ ട്രൈ സംതിങ് ഡിഫറെന്റ്. എൻ്റെ ഐഡിയ ആയിരുന്നില്ല ആക്ച്വലി. ഓക്കെ. അപ്പം ഇതിനിടയിൽ കമന്റ് വന്നപ്പോൾ ഇത് ആരാന്ന് ചോദിച്ചില്ലായിരുന്നോ? അങ്ങനെ ചോദിക്കുന്നില്ല. അത് അലൻ കരയുന്നതും അങ്ങനത്തെ കുറെ ഇമോജി ആയിരുന്നല്ലേ, അതായത് പമ്പയ്ക്ക് പുതിയ ആളെ കിട്ടി അലൻ കരയുന്നത്. അഭിനയിക്കാൻ നീ കൊണ്ടുപോയത് ബംഗാളി, അങ്ങനെ കൊണ്ടുപോയത് ബംഗാളി അഭിനയിച്ച് നീ വളർത്തി, പക്ഷെ കൊണ്ടുപോയത് ബംഗാളിയാണെന്ന്. അത് പമ്പയുടെ ഹസ്ബൻഡാണ്, സിക്കിംകാരനാണ്, ബംഗാളിയല്ല. അത് കുറെ ആൾക്കാർക്ക് കേരളവും പിന്നെ അത് കിട്ടാ പിന്നെ വെല്ലം ബംഗാള. തമിഴന്മാരെ വരെ അറിയാം. അണ്ണാച്ചി അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് അറിയാവുന്ന എല്ലാം ബംഗാളിയാണെന്നാ പറയുന്നത്. ഏതായാലും ഞാനിത് ഓർത്തപ്പോൾ ചോദിച്ചതാ. ഞാനത് ഇന്നലെ രാത്രി കണ്ടപ്പോൾ അത് ചോദിക്കണം എന്ന് ഓർത്താൽ അത് കുറച്ചുകൂടെ ഇതായിട്ട് എടുത്തുകൂടെ. പിന്നെ അഭിനയം കുറച്ചുകൂടെ വരാനുണ്ട് കുട്ടിക്ക്.
ഞാൻ കൊണ്ടുപോയി ഇതെന്തായാലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് വേറെ പറ്റൂല. അല്ല അതെനിക്ക് മനസ്സിലായില്ല. അത് അഭിനയം വരാണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ എക്സ്പ്രഷൻ കുറച്ചുകൂടി എടുത്തിരുന്നെങ്കിൽ ആ താഴെ നിന്ന് കാലൊക്കെ പിടിക്കുന്നുണ്ട്. ഞാൻ ഈശ്വര ഇതാരാ മറ്റേ ഈ രാജ്യത്തേതാ പുതിയ പഠനം വെച്ചൊരവസ്ഥ ഞാൻ എട്ടിപ്പോയെന്ന്. അപ്പൊ ഇപ്പൊ എനിക്ക് അത് ഇപ്പൊ ഇങ്ങനെ ഓർത്തപ്പോഴും ആ ഫേസ് ഈ ഫേസ് അല്ലേ ഇങ്ങനെ ഈ മോഹൻലാല് മനസ്സിലായി. ഏതായാലും എന്താണെങ്കിലും പമ്പ വർക്കുകളൊക്കെ നടക്കട്ടെ. നമ്മളെന്താണെങ്കിലും ലൈഫ് കുഞ്ഞു നിമിഷം എന്നല്ലേ പറയുന്ന പോലെ ഇനി എത്ര നാളും കൂടെ ഒന്നും ആർക്കും അറിയില്ല. വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അൾട്ടിമേറ്റ്. പിന്നെ പുതിയ വർക്കുകളൊക്കെ നന്നായിട്ട് പോട്ടെ. പിന്നെ ഞാൻ ഇതിലൊന്നും പറഞ്ഞു തരാൻ ഒരാളല്ല. നീ പറഞ്ഞ പോലെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കും, പക്ഷേ ഇതിലൊരു ഡാൻസോ പാട്ടോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്ന് വെട്ടി വേർക്കും. പക്ഷെ ക്യാമറയ്ക്ക് പുറകിലാണ് ഇതെല്ലാം ഞാൻ ചെയ്യും. കാരണം നമുക്കറിയില്ലല്ലോ. പക്ഷെ അതിനൊരു തൻ്റെ അല്ലെങ്കിൽ ഒരു കറേജ് വേണം. ഇത് ക്യാമറയ്ക്ക് മുന്നിൽ 100 പേര് നമ്മളെ കാണും, നമ്മളെ ജഡ്ജ് ചെയ്യും. ആ ജഡ്ജ്മെൻറ്റിൽ ഒരു കുഞ്ഞു ആ ജഡ്ജ്മെൻറ്റിൽ ഒരു മൈനസ് ആണെങ്കിൽ ഇറ്റ് വിൽ എനിക്ക് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. പക്ഷെ അതൊക്കെയൊക്കെ മറികടന്ന് ഞാനത് അങ്ങനെ ആലോചിക്കുന്നേ ഇല്ല, അതാ കാര്യം. ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഈഗോ, ഞാൻ പറഞ്ഞു എനിക്കൊക്കെ ഈഗോ ഉണ്ട്. ഞാനത് കോൺഷ്യസ് ആണ്. എനിക്കതിൽ ഭയങ്കര കോൺഷ്യസ്. ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിൽ പോലും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. ഏതിലായിരിക്കും നമുക്ക് ചീത്ത വരാൻ പോകുന്നത്. നമുക്ക് 2 പേർക്കും ഞാൻ അതും എപ്പോഴും നോക്കും, കോൺഷ്യസ് ആയിട്ടിരിക്കും. കാരണം എപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നന്നായി കാണിക്കണം എന്നല്ല, നല്ല വശം. ചിലപ്പം അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈവിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ ആരോടെങ്കിലും കോൺവേഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. നമ്മൾ പറയുന്ന അഭിപ്രായമായിരിക്കില്ല ശരിക്കുള്ള നമ്മുടെ അഭിപ്രായം. അങ്ങനെയും സംഭവിച്ചെന്നിരിക്കാം. സംടൈംസ് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കൂടെ എഗ്രി ചെയ്യും, അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഡിസഗ്രി ചെയ്യും. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിയും. ഞാൻ എപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഇന്റർവ്യൂ. പണ്ട് ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, ഇപ്പം അവരിങ്ങനെ പറഞ്ഞു. പീപ്പിൾ ചേഞ്ച്. യെസ്, ആൾക്കാർ ചേഞ്ച് ചെയ്യാറുണ്ട്. കോൺഗ്രസ് നിന്ന് കമ്മ്യൂണിസ്റ്റിലേക്ക് പോവാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ചെറിയ അഭിപ്രായം എന്തുകൊണ്ട് മാറിക്കൂടെ? കുട്ടിക്ക് രാഷ്ട്രീയം അറിയാം. അപ്പൊ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുന്നുണ്ടോ? താല്പര്യമുണ്ടോ? നമ്മുടെ ഫാമിലി പണ്ടേ ഉള്ളതാണ്. അപ്പൊ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അറിയാവുന്ന പണിക്ക് പോയാൽ മതി എന്റെ അഭിപ്രായം. കുറച്ച് മനുഷ്യന്മാർക്ക് ശാന്തിയും സമാധാനം പറഞ്ഞു കൊടുത്ത് സുഖമായിട്ട് ജീവിക്കുക. നന്നായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ളവര് മുന്നോട്ട് വരട്ടെ. തീർച്ചയായും കുറെ കൂടെ യങ്സ്റ്റേഴ്സ്, കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരട്ടെ മുന്നോട്ട്. തീർച്ചയായും നല്ല നല്ല ഐഡിയാസ് ഉള്ളവർ, രാജ്യത്തെ സ്നേഹിക്കുന്നവർ. തീർച്ചയായും. പിന്നെ പവർ പൊളിറ്റിക്സ് ആവാതിരിക്കട്ടെ അല്ലേ? നമ്മൾ പൊളിറ്റിക്സ് വരെ എത്തി. സത്യം. നമ്മളറിയാതെ നമ്മൾ അധോലോകമായിരിക്കുകയാണ്. അല്ലേ, നമ്മൾ ഇങ്ങനെയൊന്നും സംസാരിക്കണം എന്ന് വിചാരിച്ച ആളല്ല ഞാൻ. ഭയങ്കര സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോകുന്നത്, അത് അടിഞ്ഞു പോയി. ഒരു പ്രണയം ചോദിച്ചപ്പോൾ അടിഞ്ഞു പോയി. അവിടെ മുതൽ ചിരി തുടങ്ങിയതാണ്. എനിവേ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുള്ളെങ്കിൽ ഭയങ്കര സന്തോഷം. പ്രോജക്റ്റുകളൊക്കെ നന്നായിട്ട് പോട്ടെ. ഞങ്ങളുടെ ചാനലിലേക്ക് വന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു.